ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മായമ്മയുടെ വീടാണ്. മായമ്മയുടെ കവിളിൽ മാറി മാറി അടിക്കുകയാണ് വൈശാഖിന്റെ ഗുണ്ടകളും. അതിനുശേഷം ഒരു കയറെടുത്ത് മായമ്മയുടെ കഴുത്തിലിട്ട് മുറുക്കി മായമ്മയെ കൊല്ലുകയാണ് വൈശാഖ്. അതിനുശേഷം വൈശാഖ് അവിടെ നിന്നിറങ്ങുന്നു. തുടർന്ന് വണ്ടിയിലേക്ക് ചെല്ലുന്ന വൈശാഖ് മായമ്മയുടെ മോളെ കെട്ടഴിച്ചു വിടുകയാണ്. ആ കുട്ടി അവിടുന്ന് പേടിയോടെ ഓടുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് വൈശാഖും ഗുണ്ടകളും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വീട്ടിലേക്ക് വരുന്ന ജയരാമനോട് മായമ്മയുടെ കുട്ടിയെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഇതുവരെ അറിവൊന്നുമില്ലെന്നും പോലീസ് അന്വേഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും ജയരാമൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയാണ്. കാർത്തിക്ക് DGPയുടെ കോള് വരികയാണ്. DGP പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന കാർത്തിയാണ് കാണിക്കുന്നത്. അതേസമയം മായമ്മയുടെ ചേച്ചി മന്ദാകിനി മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. മായയെ ആരോ കൊന്നു. കൊന്നെന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ മായമ്മയെ ആരോ കൊന്നെന്നും അമ്മു തിരിച്ചു വന്നെന്നും പറഞ്ഞ് അവര് പൊട്ടിക്കരയുകയാണ്. ഇത് കേൾക്കുന്ന മീനാക്ഷി ഞെട്ടലോടെ നിൽക്കുന്നു. തുടർന്ന് ജയരാമനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഒരു പോലീസ് വാഹനം ചെമ്പകമംഗലത്തേക്ക് വരികയാണ്. കാർത്തിയും SIയും ബാക്കിയുള്ള കോൺസ്റ്റബിൾമാരും എല്ലാവരും കൂടി ചെമ്പകമംഗലത്തേക്ക് വരുന്നു. എല്ലാവരെയും കൂടി കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷിയും രാജലക്ഷ്മി അമ്മയും കൈമളും. എന്താ കാർത്തിയേട്ടാ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, കാർത്തിയേട്ടനല്ല, കാർത്തിക്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഇത് കേൾക്കുന്ന മൈഥിലി പറയുകയാണ്, വൈശാഖിന്റെ മാസ്റ്റർ ബ്രെയിൻ വർക്കൗട്ട് ആയെന്നാ തോന്നുന്നത്. മിസ്റ്റർ ജയരാമനെ തിരക്കിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അയാൾ എവിടെ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ കാർത്തിയുടെ ഭാവം കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. തുടർന്ന് ജയരാമൻ പുറത്തേക്ക് വരികയാണ്. എന്താ ഇവിടെ എന്താ പറ്റിയതെന്ന് ജയരാമൻ ചോദിക്കുമ്പോൾ മായമ്മ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടെന്ന് കാർത്തി പറയുന്നു. മായമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന മായമ്മയാണോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ അതെ എന്ന് കാർത്തി പറയുന്നു. ഞാൻ ഇന്നലെ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടതാണല്ലോ എന്ന് ജയരാമൻ പറയുമ്പോൾ SI പറയുകയാണ്, അതെ, നിങ്ങൾ കൊണ്ടുവിട്ട് കഴിഞ്ഞാണല്ലോ അവര് കൊല്ലപ്പെട്ടത്. നിങ്ങളാണ് അവരെ കൊന്നതെന്നും കൂടി ആ SI പറയുമ്പോൾ എന്റെ മകൻ ആരെയും കൊല്ലത്തില്ലെന്നും നിങ്ങൾ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ടെന്നും കൈമള് ദേഷ്യത്തോടെ പറയുന്നു. എന്റെ അച്ഛനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള കള്ളക്കളിയാണിതെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുകയാണ്, എല്ലാത്തിനും ഞങ്ങളുടെ കയ്യില് തെളിവുണ്ട്. നിങ്ങൾ മായമ്മയുടെ വീട്ടിൽ ചെന്നതിന് തെളിവായിട്ട് ഒരു വീഡിയോ ഞങ്ങളുടെ DGPയുടെ കയ്യിലുണ്ടെന്ന് കാർത്തി പറയുന്നു. ഇപ്പോൾ എല്ലാ ചാനലിലും ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഈ വാർത്ത തന്നെയാണ്. മായമ്മയെ കൊണ്ടുവിട്ടത് ഞാൻ തന്നെയാണ്, പക്ഷേ ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ജയറാം പറയുന്നു. ജയറാം, ഞാനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങളുടെ ഒപ്പം വരണം. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ കാർത്തി എന്ന് വിളിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, കാർത്തിയല്ല, ഞാൻ ACP കാർത്തിക്കാണ്. മിസ്റ്റർ ജയറാം, തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ്. നിങ്ങൾ ബലം പ്രയോഗിക്കാൻ നിന്നാൽ ഞങ്ങൾക്കും ബലം പ്രയോഗിക്കേണ്ടി വരും. തുടർന്ന് ജയറാമിനെ കൈവിലങ്ങണിയിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെയുള്ളൊരു ലേഡി കോൺസ്റ്റബിളിനെ ഇന്ദ്രച്ച വിളിക്കുകയാണ്. മായമ്മയുടെ ചേച്ചി മന്ദാകിനി അവിടെയുണ്ട്. അവരെങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം. എത്ര വേണമെങ്കിലും അവർക്ക് ഓഫർ ചെയ്തു. മീഡിയക്കാരുടെ മുമ്പിൽ അവർ ജയറാമിനെ വലിച്ചു കീറണമെന്നും ഇന്ദ്രജ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റെന്ന് അവര് പറയുന്നു. തുടർന്ന് മന്ദാകിനി അടുത്തേക്ക് വിളിച്ച് ആ വനിതാ പോലീസ് പറയുകയാണ്, നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിലേ ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ അനിയത്തിയെ കൊന്നത് ACP കാർത്തിക്കിന്റെ അമ്മാവനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്നും അവര് പറയുമ്പോൾ തുടർന്ന് ഇന്ദ്രജ പറഞ്ഞ കാര്യങ്ങളെല്ലാം മന്ദാകിനിയോട് പറയുമ്പോൾ മന്ദാകിനി അതിന് സമ്മതം മൂളുകയും മീഡിയക്കാരുടെ മുമ്പിൽ ചെന്ന് ജയരാമനാണ് എന്റെ അനിയത്തിയെ കൊന്നതെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തി ജയരാമനെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.